തിരുവനന്തപുരം പനവൂർ ഗ്രാമപഞ്ചായത്തിൽ 2017-18 സാമ്പത്തിക വർഷത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിൽ വൻ അഴിമതിയെന്ന് ആരോപണം. അന്വേഷിക്കാൻ വിജിലൻസ് ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. ക്യാമറകൾ സ്ഥാപിച്ച് മാസങ്ങൾക്കകം തന്നെ ക്യാമറകൾ മോഷണം പോകുന്നു, നശിപ്പിക്കുന്നു, ടെൻഡർ നടപടികൾ പാലിക്കാതെ ഗുണനിലവാരം കുറഞ്ഞ ക്യാമറകൾ സ്ഥാപിച്ചതായും ആരോപിച്ച് ലാൽ വെള്ളാഞ്ചിറ നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുന്നത്. നമ്മുടെ പനവൂർ പഞ്ചായത്തിൽ നടന്ന വലിയൊരു അഴിമതിയെക്കുറിച്ച് ആണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. 2016-17 കാലഘട്ടത്തിലും 2018-19 കാലഘട്ടങ്ങളിലായി 2 വർഷങ്ങളിലായി ഈ നാട്ടിൽ നടക്കുന്ന ഈ മോഷണം അതുപോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി ആണ് ഈ ക്യാമറ സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി 60 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 16 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചത്. സാധാരണ ഈ ക്യാമറകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പോൾ ക്യാമറ സ്ഥാപിച്ചത് തന്നെ കള്ളത്തരം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 16 ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഈ ക്യാമറ സ്ഥാപിച്ചതിലൂടെ നടത്തിയിരിക്കുന്നത്. LDFിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി ശ്രീ കിഷോർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇന്നത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി, അദ്ദേഹം ഇന്നത്തെ പ്രസിഡന്റ്, അന്ന് വൈസ് പ്രസിഡന്റുമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അഴിമതി നടന്നിരിക്കുന്നത്. ഇതിനെതിരെ അന്ന് തന്നെ ഞാൻ വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നു. ആ പരാതി പ്രാഥമിക അന്വേഷണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എന്നെ വിജിലൻസ് ഓഫീസിൽ നിന്ന് വിളിച്ചു വരുത്തി അന്വേഷണം നടത്തി അതിൽ അഴിമതി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മൊഴി രേഖപ്പെടുത്തി അതിൽ വീണ്ടും കേസുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇന്നലെ വിജിലൻസ് ഓഫീസിൽ നിന്ന് എന്നോട് അറിയിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, VEO എന്നിവരെ കൂടി വിളിച്ച് അവരിൽ നിന്നും മൊഴിയെടുത്തുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ക്യാമറയുടെ അവസ്ഥ ഇതാണ്. ഇതിപ്പോൾ ഒരു ക്യാമറ, ഈ പഞ്ചായത്തിൽ ഈ 60 ക്യാമറ വെച്ചിട്ട് ഒരെണ്ണം പോലും ഇന്ന് പ്രവർത്തനക്ഷമമല്ല. മാത്രമല്ല ഈ സ്ഥാപിച്ച് 1 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ ക്യാമറകളെല്ലാം മോഷണം പോവുകയും അതുപോലെ തന്നെ ഇതേപോലെ പിഴുതിടുകയും അതുപോലെ തന്നെ വെച്ച ക്യാമറകൾ എനിക്ക് വിവരാവകാശ പ്രകാരം തന്ന മറുപടി പ്രകാരം 2 വർഷത്തെ ഗ്യാരണ്ടി പീരീഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 6 മാസം പോലും ഈ ക്യാമറയോട് ഇവിടെ നിലനിന്നിട്ടില്ല. അതിനു മുന്നേ തന്നെ ഈ ക്യാമറകൾ നശിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ അതിനു മുന്നേ തന്നെ ഈ 2 വർഷത്തെ ഗ്യാരണ്ടി പീരീഡിന് മുന്നേ തന്നെ ഞാൻ പരാതി കൊടുത്തിട്ട് പോലും ഈ ക്യാമറകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോലും ഒരു പോലീസിലൊരു പരാതി കൊടുക്കാൻ പോലും ഈ പഞ്ചായത്തിന്റെ അധികാരികൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. ക്യാമറയിൽ എന്ന പോലെ ഈ ഗ്രാമപഞ്ചായത്ത് കാര്യത്തിൽ എന്താണ് അഴിമതി? ക്യാമറയിൽ നടന്നതിനേക്കാൾ വലിയ അഴിമതിയാണ് ഇതെന്ന് പറഞ്ഞാൽ നിലവിൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസിന് വേണ്ടി 1 കോടി രൂപയോളം 2-3 ഘട്ടങ്ങളിലായി ചെലവഴിച്ച ഒരു മെയിൻ്റനൻസ് വർക്കാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ തന്നെ ക്യാമറയ്ക്ക് പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് വിജിലൻസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ അതിൽ 2 ദിവസം വിജിലൻസ് CI നേതൃത്വത്തിൽ ഇവിടെ വന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് 2 ദിവസം ഫുൾ ഡേ നിന്ന് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ നടത്തി പോയതാണ്. പ്രാഥമിക അന്വേഷണം നടത്തിപ്പോയി. പിന്നെ അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ എന്ത് വർക്ക് നടന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പരാതി മീൻസ് വിജിലൻസ് ഡയറക്ടർക്ക് ഒരു വിവരാവകാശം കൊടുത്ത് അതിൻ്റെ അന്വേഷണം ഏതുവരെ ആയി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അഥവാ അന്വേഷണം നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഗവൺമെന്റിനെ സ്വാധീനിച്ച് എന്തെങ്കിലും ഗവൺമെന്റ് അനുവാദം കൊടുക്കാതെയാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം എത്ര രൂപ ഇവിടെ ചെലവായി എന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു ധാരണ? ഒരു 10, 15, 20 മാക്സിമം പോയ 20 ലക്ഷം രൂപയ്ക്ക് അകത്ത് പോലും ചിലവായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി വരുന്നതെല്ലാം അഴിമതിയാണ്. കഴിഞ്ഞ ഈ LDF ഭരണസമിതിയാണ് ഇപ്പോഴും കഴിഞ്ഞ തവണ LDF ഭരണസമിതിയാണ്. അന്ന് നടന്നത് വൻ ക്രമക്കേടും. കാരണം ഒരു ചെറുപ്പക്കാരനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ നേതൃത്വം കൊടുക്കുന്ന കിഷോർ എന്ന് പറഞ്ഞൊരു കിഷോറായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായും പൊതുജനം വിചാരിച്ചു അഴിമതി ഉണ്ടാകില്ല, കുറച്ച് വൃത്തിയായി കൈകാര്യം ചെയ്ത് പോകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് വൻ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ഒരു ഉത്തരങ്ങായി മാറി ഈ പഞ്ചായത്ത് ഫുള്ളായിട്ട് തന്നെ. എന്തെടുത്താലും ഏതിലും അഴിമതി എന്നുള്ള ഒരു കാര്യമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കുറ്റകൃത്യവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും തടയുന്നതിനു വേണ്ടി SV കിഷോർ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് S മിനി വൈസ് പ്രസിഡന്റ് ആയിരുന്ന LDF ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് വിവിധ സ്ഥലങ്ങളിലെ 16 ലക്ഷം രൂപ മുടക്കി 60 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.